ഒരു ഭർത്താവ് തന്റെ ഭാര്യയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന 10 കാര്യങ്ങളെക്കുറിച്ച് പറയാനായിട്ട് വീഡിയോ. ഈ ഭർത്താക്കന്മാരായ ആളുകൾ ഒന്ന് ഭാര്യമാരെ ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോപ്പുലേഷൻ സയൻസ് IIPS അതിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്യുന്നത് പുരുഷന്മാരാണ് കണക്കാക്കുക. ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്യുന്ന സ്ത്രീകളെക്കാൾ 2.5 ടൈംസ് അധികമാണ് പുരുഷന്മാരുടെ എണ്ണം. എന്തുകൊണ്ടാണ് സ്ത്രീകളെക്കാൾ അധികം പുരുഷന്മാർ ആത്മഹത്യ ചെയ്യുന്നത്? ഒന്നല്ല, പല പല കാരണങ്ങളാണ്. അതിൽ ഒന്നാമത്തെ കാരണം എന്ന് വെച്ചാൽ ഡ്രഗ് അബ്യൂസ് അങ്ങനെയുള്ള കാര്യങ്ങളാണ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ മെന്റൽ ഇൽനെസ് ആണ്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. ഇത് കൂടാതെ അൺഎംപ്ലോയ്മെന്റ്, മറ്റ് രോഗങ്ങൾ, പ്രിയപ്പെട്ടവരുടെ വേർപാടുകൾ, ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ എന്നിങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ്. എന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ഇമോഷണലി ഉള്ള പ്രശ്നങ്ങളാണ് ഏറ്റവും കൂടുതൽ പുരുഷനെ ആത്മഹത്യയിലേക്ക് നയിക്കുന്നത്. ഇതിന്റെ കാരണം മറ്റൊന്നുമല്ല. പൊതുവെ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും മെന്റൽ ഹെൽത്ത് കമ്പയർ ചെയ്യുമ്പോൾ പുരുഷന്മാരുടെ ഇമോഷണൽ കപ്പാസിറ്റി സ്ത്രീകളെക്കാൾ കുറവാണ്. അവർ തങ്ങൾ അനുഭവിക്കുന്ന ഏതൊരു ഇമോഷനെയും എക്സ്പ്രസ് ചെയ്യാതെ ഉള്ളിൽ ഒളിപ്പിക്കുന്നവയാണ്. അതിന് സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും ഒക്കെ ഇങ്ങനെ തന്നെയാണ്. പിന്നെ ചില പുരുഷന്മാർ ഇതെല്ലാം ദേഷ്യത്തിന്റെ രൂപത്തിൽ പുറന്തള്ളാറില്ല. സത്യത്തിൽ ആ ദേഷ്യത്തിന് പിന്നിൽ പുരുഷന്റെ നിസ്സഹായകതയാണ് ഒളിഞ്ഞിരിക്കുന്നത്. പക്ഷെ ആരും ഇതൊന്നും മനസ്സിലാക്കാറില്ല എന്ന് മാത്രം. 30 വയസ്സിനും 45 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണമാണ് ഏറ്റവും കൂടുതൽ. അതായത് പഠനം പൂർത്തിയാക്കിയ ശേഷം ഒരു ജോലിയിൽ പ്രവേശിക്കുകയും കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുകയും കുടുംബമായി ഒന്നിച്ച് ജീവിച്ചു തുടങ്ങുകയും ചെയ്യുന്ന സമയം. ഈ സമയത്ത് ഒരു പുരുഷന് ഏറ്റവും അധികം പിന്തുണ ലഭിക്കേണ്ടത് അവൻ്റെ പങ്കാളികളിൽ തന്നെയാണ്. ഏതൊരു പുരുഷനും ആ പിന്തുണ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഭാര്യ ഭർത്താവിന് നൽകേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു ഭർത്താവ് ഭാര്യയിൽ നിന്നും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട 10 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം സൗഹൃദമാണ്. എൻ്റെ പങ്കാളി എൻ്റെ ഏറ്റവും നല്ല സുഹൃത്താകണമെന്നാണ് ഏതൊരു പുരുഷനും ആഗ്രഹിക്കുന്നത്. എന്തും തുറന്നു പറയാൻ സാധിക്കുന്ന, വിശ്വസിച്ചെല്ലാം ഏൽപ്പിക്കാൻ പറ്റുന്ന, എന്തിനും കൂടെ നിൽക്കുന്ന, ഒരു സപ്പോർട്ടായി നിലനിൽക്കുന്ന, ഒരു ഉപാധികളുമില്ലാതെ സ്നേഹിക്കുന്ന സൗഹൃദം. അത്തരത്തിലുള്ള ഒരു സൗഹൃദമാണ് ഒരു ദാമ്പത്യത്തിൽ ആദ്യം വേണ്ടത്. അതില്ലാതെ വരുമ്പോഴാണ് പുരുഷൻ ഒറ്റപ്പെടുന്നതും നിരാശനായി മാറുന്നതും. അതുകൊണ്ടൊരു ഭാര്യ തൻ്റെ ഭർത്താവിൻ്റെ ഏറ്റവും നല്ല സുഹൃത്തായിരിക്കുക എന്നതാണ് ആദ്യം ചെയ്യേണ്ടത്, ആദ്യം വേണ്ടത്. രണ്ടാമത്തെ കാര്യം കെയറിംഗ് ആണ്. ഈ പലരുടെയും ധാരണ എന്ന് പറയുന്ന സ്ത്രീകൾക്ക് മാത്രം വേണ്ട ഒന്നാണ് ഈ കെയറിംഗ് എന്നാണ്. പക്ഷേ യഥാർത്ഥത്തിൽ സ്ത്രീകളെ പോലെ തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ അധികം ലാളനയും കെയറിങ്ങും ഒക്കെ പുരുഷൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന്. എല്ലാവരും ഉത്തരവാദിത്തങ്ങളുടെ ഭാണ്ഡം തലയിൽ വെച്ച് കൊടുത്തും വളരെ സീരിയസ് ആയ കഥാപാത്രമായി ചിത്രീകരിച്ചും പുരുഷനെ സ്ട്രോങ് ആയി റെപ്രസെന്റ് ചെയ്യുകയാണ് സാധാരണ ചെയ്യുന്നത്. എന്നാൽ എല്ലാവരെയും പോലെ പുരുഷനും അവനവൻ്റെതായ ബലഹീനതകളുണ്ട്. എന്നാൽ സമൂഹത്തിലെ കൺഫ്യൂഷനിങ് കാരണം പുരുഷനും ഇതൊന്നും എക്സ്പ്രസ് ചെയ്യാറില്ല എന്ന് മാത്രം. അതുകൊണ്ട് തന്നെ അവരുടെ മനസ്സ് മനസ്സിലാക്കിക്കൊണ്ട് അവരെ കെയർ ചെയ്യാനും സ്നേഹിക്കാനും ഭാര്യയ്ക്ക് സാധിക്കണം എന്നതാണ് അവർ ആഗ്രഹിക്കുന്നത്. മൂന്നാമത്തെ കാര്യം ബഹുമാനമാണ്. വെയിലത്ത് വാടി നിൽക്കുന്ന ഒരു ചെടിയിലേക്ക് വെള്ളമൊഴിക്കുമ്പോൾ അത് തലയുയർത്തി നിൽക്കുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെ തന്നെയാണ് പുരുഷന്മാർക്ക് ഭാര്യയിൽ നിന്ന് ലഭിക്കുന്ന ബഹുമാനം. വീട്ടിൽ ആരൊക്കെ ഉണ്ടെങ്കിലും അവരെങ്ങനെയൊക്കെ ബിഹേവ് ചെയ്താലും ഭാര്യ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നതാണ് ഒരു ഭർത്താവിനെ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്ന കാര്യം. അതായത് തൻ്റെ കൂടെ ജീവിക്കുന്ന, തന്നെ ഏറ്റവും കൂടുതൽ അറിയുന്ന ഒരു വ്യക്തി എങ്ങനെയാണ് തന്നെ കാണുന്നത് എന്നാണ് ഭർത്താവ് ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭാര്യ തന്നെ ബഹുമാനിക്കുകയും പരിഗണിക്കുകയും ചെയ്യണമെന്ന് ഭർത്താവ് ആഗ്രഹിക്കുന്നു. നാലാമത്തെ കാര്യം ഭാര്യ തൻ്റെ കുടുംബത്തെ സ്നേഹിക്കണം എന്നതാണ്. ഭാര്യ അവരുടെ മാതാപിതാക്കളെ എങ്ങനെയാണോ സ്നേഹിക്കുന്നത് അതുപോലെ തന്നെ തൻ്റെ മാതാപിതാക്കളെയും സ്നേഹിക്കണം, ബഹുമാനിക്കണമെന്നും തൻ്റെ കുടുംബത്തെ നല്ല രീതിയിൽ പരിപാലിക്കണമെന്നും ഭർത്താവ് ആഗ്രഹിക്കുന്നു എന്നതാണ്. പക്ഷെ ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതേ ആഗ്രഹം തൻ്റെ ഭാര്യയ്ക്കും ഉണ്ടാകും എന്നത് ഭർത്താവ് മനസ്സിലാക്കണം. എന്തായാലും തൻ്റെ ഭാര്യ തൻ്റെ കുടുംബത്തെ സ്നേഹിക്കണം, നോക്കണം എന്നത് പുരുഷൻ ആഗ്രഹിക്കുന്നുണ്ട്. ഏതൊരു ഭാര്യയും അതൊന്ന് മനസ്സിലാക്കണം. അഞ്ചാമത്തെ കാര്യം ഏതവസ്ഥയിലും കൂടെ നിൽക്കണം, പിന്തുണ നൽകണം എന്നതാണ്. തനിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതെന്താണെന്ന് അറിയാൻ ശ്രമിക്കുകയും ആ പ്രശ്നം എങ്ങനെയെങ്കിലും പരിഹരിക്കുകയും കൂടെ നിൽക്കുവാനും ഭാര്യയ്ക്ക് സാധിക്കണമെന്ന് ഏതൊരു ഭർത്താവും ആഗ്രഹിക്കുന്നുണ്ട്.
എനിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ എൻ്റെ ഭാര്യ കൂടെ ഉണ്ടാകുമെന്നൊരു ധൈര്യത്തോടെ മുന്നോട്ട് പോകാനാണ് ഏതൊരു പുരുഷനും ആഗ്രഹിക്കുന്നത്. അത് മാത്രമല്ല, തൻ്റെ കരിയറിലോ ഹോബിയിലോ ഒക്കെ പിന്തുണ നൽകുന്ന ഒരാളായിരിക്കണം എൻ്റെ ഭാര്യ എന്ന് ഭർത്താവ് ആഗ്രഹിക്കും. അതായത് ഇമോഷണലി തൻ്റെ ഒരു ബാക്ക് സപ്പോർട്ടായി ഭാര്യ വേണമെന്ന് ഏതൊരു പുരുഷനും ആഗ്രഹിക്കുന്നുണ്ടെന്നേ. ആറാമത്തെ കാര്യം, എപ്പോഴും സന്തോഷത്തോടെ പെരുമാറുന്ന പ്രസന്നമായ മുഖത്തോടെയുള്ള ഒരു ഭാര്യയുടെ പെരുമാറ്റം ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മനസ്സിലൊളിപ്പിച്ച് ഒരുപാട് സങ്കടങ്ങളും വിഷമങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന പുരുഷന് വേണ്ടതൊരല്പം സമാധാനമാണ്. അത് അവൻ്റെ കുടുംബത്തിലാണ് അവൻ ഏറ്റവും കൂടുതൽ കണ്ടെത്തുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴും അവരുടെ പ്ലസൻ്റായ മുഖത്തോടെ വേണം ഭാര്യ ഉണ്ടാകേണ്ടതെന്ന് ഏത് ഭർത്താക്കന്മാരുടെയും താല്പര്യങ്ങളിലൊന്നാണ്. ഭാര്യ നല്ല രീതിയിൽ പെരുമാറുന്നതും ഭർത്താവിൻ്റെ സംസാരം ശ്രദ്ധയോടെ കേട്ടിരിക്കുന്നതും ഭർത്താവിൻ്റെ നേട്ടങ്ങളിലും ഗുണങ്ങളിലും അഭിനന്ദിക്കുന്നതും ഭർത്താവിൻ്റെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നതുമൊക്കെ ഏതൊരു ഭർത്താവും സ്വപ്നം കാണുന്ന കാര്യമാണ്. ഏഴാമത്തെ കാര്യം, ഭാര്യ റൊമാൻറ്റിക് ആയിരിക്കണമെന്നതാണ്. ദാമ്പത്യ ബന്ധം നിലനിന്ന് പോകുന്നത് തന്നെ പരസ്പരമുള്ള ഒരു റൊമാൻസിലൂടെയാണ്. ഒരുപാട് നാളുകൾ കഴിയുമ്പോൾ ദാമ്പത്യം മടുപ്പില്ലാതെ മുന്നോട്ട് പോകാൻ രണ്ടുപേരുടെയും എഫേർട്സ് ഉണ്ടാവണം. അതിന് ആ റിലേഷൻഷിപ്പിൽ പ്രണയം നിലനിൽക്കണം. അതുകൊണ്ട് തന്നെ തൻ്റെ ഭാര്യ അല്പം റൊമാൻറ്റിക് ആയിരിക്കണമെന്നാണ് ഏതൊരു ഭർത്താവിൻ്റെയും ആഗ്രഹം. എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ചോളം കുട്ടികളും പ്രാരാബ്ധങ്ങളും ഒക്കെ ആകുമ്പോൾ റൊമാൻസ് പോയിട്ട് മര്യാദയ്ക്കുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ പോലും ഉണ്ടാവാറില്ല. എന്നാൽ ആ റൊമാൻസ് നഷ്ടപ്പെടുമ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിൽ ഗ്യാപ്പ് ഉണ്ടാവും. ഇതൊന്ന് നേരത്തെ അറിഞ്ഞിരിക്കണമെന്ന് മാത്രം. അതുകൊണ്ടൊരു ബന്ധത്തിൽ റൊമാൻസ് ആൻഡ് ഇൻറ്റിമസി നിലനിർത്താൻ രണ്ടുപേരും ശ്രമിക്കണം. എട്ടാമത്തെ കാര്യം, തനിക്ക് തൻ്റേതായ സ്പേസ് ഉണ്ടാകണം എന്നതാണ്. ഓരോ വ്യക്തിക്കും അവരവരുടേതായ സ്പേസ് ഉണ്ട്. ജോലി കഴിഞ്ഞ് മടുത്തു വരുന്ന ഭർത്താവ് കുറച്ച് സമയം തനിച്ചിരിക്കാനാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ, അങ്ങനെ അവനൊരു താല്പര്യമുണ്ടെങ്കിൽ അതിനെ അനുവദിക്കുക. ഇടയ്ക്ക് സുഹൃത്തുക്കളോടൊപ്പം പോകാനും സ്വന്തം ഇഷ്ടത്തിന് എവിടെയെങ്കിലുമൊക്കെ പോകാനും ഭർത്താവിന് ഫ്രീഡം ഉണ്ടാവണം. അതുപോലെ തന്നെ ഭാര്യയ്ക്കും അവരുടേതായ സ്പേസ് ഉണ്ടാവണം. രണ്ടുപേർക്കും ഇടയിലുള്ള കുറച്ച് ക്വാളിറ്റി ടൈമും ഇതോടൊപ്പം ഉണ്ടാവണം. ഒൻപതാമത്തെ കാര്യം, ഭാര്യ നല്ലൊരു ലിസണർ ആകണം എന്നതാണ്. പൊതുവെ ഏത് കാര്യം പറയുന്നതിനിടയിലും കൂടുതലും പറയാൻ താല്പര്യം കാണിക്കുന്നത് സ്ത്രീകളായിരിക്കും. പക്ഷേ കൂടെയുള്ളവരെ കേൾക്കാൻ അവർക്ക് പലപ്പോഴും മനസ്സ് കുറവായിരിക്കും. അത് ശരിയായ രീതിയല്ല. ഭർത്താവിൻ്റെ കാര്യങ്ങൾ കൃത്യമായി ചോദിച്ചറിയാനും അയാൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനും ഭാര്യ സന്നദ്ധയാകണം എന്നത് ഏതൊരു ഭർത്താവും ആഗ്രഹിക്കാറുണ്ട്. അതുകൊണ്ട് ഭാര്യ ഭർത്താവിൻ്റെ നല്ലൊരു ലിസണർ ആവണം. പത്താമത്തെ കാര്യം, അപ്രിസിയേഷൻ ആൻഡ് കോംപ്ലിമെൻറ്റ്സ് ആണ്. ഭാര്യ അണിഞ്ഞൊരുങ്ങി നിൽക്കുമ്പോൾ ഭർത്താവിൽ നിന്ന് നല്ലൊരു വാക്ക് കേട്ടാൽ ഉണ്ടാകുന്ന അതേ ഫീൽ തന്നെയാണ് ഭർത്താവ് പുതിയൊരു ഷർട്ട് ധരിച്ച് നല്ലതാണ് എന്ന് പറയുമ്പോൾ ഭർത്താവിന് ലഭിക്കുന്നത്. ഭർത്താവിൻ്റെ കരിയറിലെ നേട്ടങ്ങളോ അദ്ദേഹത്തിന് എന്തെങ്കിലും സമ്മാനം ലഭിക്കുമ്പോഴോ അദ്ദേഹത്തിൻ്റെ വിജയത്തിലൂടെയുള്ള പരിശ്രമങ്ങൾക്കൊക്കെ അദ്ദേഹത്തെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാം. തോൽവികളിൽ ആശ്വാസമാകാം. ഇതെല്ലാം ഭർത്താവ് ഒരുപാട് ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണെന്നേ. ഭാര്യ തന്നെക്കുറിച്ച് നല്ലത് പറയുന്നത് കേൾക്കാൻ ഏതൊരു ഭർത്താവും ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് നല്ല വാക്കുകൾ പറയുകയും പ്രശംസിക്കുകയും ചെയ്യുന്നതുകൊണ്ട് ഭർത്താവിൻ്റെ ആത്മവിശ്വാസം നിലനിർത്താനായിട്ട് ഭാര്യ ശ്രദ്ധിക്കണം എന്നതാണ്. ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയിൽ നിന്നും എന്തൊക്കെയാണ് ആഗ്രഹിക്കുന്നതെന്ന് മനസ്സിലായോ? ഇതെല്ലാം തന്നെ ഇമോഷണലായ സപ്പോർട്ട് പുരുഷന് നൽകുന്ന കാര്യങ്ങളാണ്. ഒരു പുരുഷന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് മാനസികമായ പിന്തുണ തന്നെയാണ്. ഇത് മനസ്സിലാക്കി കൂടെ നിൽക്കാൻ കൂടെയുള്ളവർക്ക് കഴിഞ്ഞാൽ ഏറെക്കുറെ പുരുഷ ആത്മഹത്യകളൊക്കെ കുറയ്ക്കാൻ സാധിക്കുന്നേ. അതിന് പുരുഷൻ ഭർത്താവ് എന്ന ചിന്തയൊക്കെ വേണമെന്നൊന്നുമില്ല. ഒരു മനുഷ്യനോടുള്ള പരിഗണന മാത്രം മതി. ഇത് നിങ്ങളുടെ ജീവിതയാത്രകളിൽ ഗുണകരമാകും എന്നൊരു ചിന്തയിൽ ഹാവ് എ ഗ്രേറ്റ് ഡേ. താങ്ക് യു. ബൈ.